ആർപി നമസ്തേ. നമസ്തേ. ഇന്നലെ ആർപി തോട്ട്സിൽ ആർപി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അതിൽ ഇന്ത്യൻ ആർമിയെ ബോധപൂർവം ഇപ്പോഴത്തെ സമകാലീന വിഷയത്തിലൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു പ്രസ്താവന അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാമോ? അതിൽ അല്പം വിശദീകരണം വേണം എന്നാണ് അനീഷയൊക്കെ പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഇന്ത്യൻ ആർമിയെ എല്ലാത്തിലും കൊണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ CJP പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അതിനുശേഷം അത്തരം ചില സംഭവങ്ങളിലും കൃത്യമായിട്ട് ഇന്ത്യൻ ആർമിയെ കൂടി ഉൾപ്പെടുത്താനും അവരെ കൂടി ശത്രുപക്ഷത്ത് നിർത്താനും കൃത്യമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CJPയുടെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥികളുടെ പ്രൊട്ടസ്റ്റ് വേറെയാണ്. ഞാൻ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്കുണ്ടായ ആവലാതികൾ, ആശങ്കകൾ, ദുഃഖകരമായ അവസ്ഥ, പല കുട്ടികൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു രാജ്യം, ഒരു സമൂഹം കൂടെ നിൽക്കേണ്ട വിഷയങ്ങളാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ അതൊരു ടൂൾ കിറ്റ് സമരമാക്കി ആരൊക്കെയോ മാറ്റിയിട്ടുണ്ട്. ആ ടൂൾ കിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വ്യവസ്ഥയെ, നമ്മളുടെ ഭരണഘടനയെ, നമ്മളുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, നമ്മളുടെ പ്രതിരോധ സേനയെയൊക്കെ ശത്രുപക്ഷത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ശത്രുവായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇത് പുതിയ ഒരു സംഭവമാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ ഇന്നലത്തെ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇന്ന് പലരും ആ കമൻസിലും അത് പറയുന്നുണ്ട്. നമ്മൾ പോലീസിനെതിരെയൊക്കെ സമരം ചെയ്തിട്ടുണ്ട്, പോലീസുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അതൊക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല, ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന് പ്രധാനമന്ത്രി വിളിക്കുന്നത് ചുമ്മാതല്ല. അദ്ദേഹത്തിന് കൃത്യമായ അദ്ദേഹം ഗ്രഹപാഠം ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം വിളിക്കുന്നത്. അതായത് ആവശ്യങ്ങൾ, ആവലാതികൾക്ക് വേണ്ടി നടത്തുന്ന സമരവും ഈ അരാജകവാദവും രണ്ടും രണ്ടാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ നേർത്തതായിരിക്കും, പക്ഷേ രണ്ടും രണ്ടാണ്. ഇപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ആവശ്യങ്ങളുടെ, സമരങ്ങളുടെ ഒക്കെ പുറകിൽ, അല്ലെങ്കിൽ അതിനെ വിഴുങ്ങുന്ന വിധത്തിൽ ഈ പറയുന്ന അരാജകവാദികൾ കൊടികുത്തി വാഴാൻ ശ്രമിക്കുന്നുണ്ട്. അത് രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആർപി അതുപോലെ തന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ദേശവിരുദ്ധ പ്രസ്താവനകൾ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു, പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു പ്രവണത എങ്ങനെയാണ് ആർപി നോക്കിക്കാണുന്നത്? അത് തന്നെ ഈ കമന്റ്സ് ഞാൻ വളരെ കൃത്യമായിട്ട് നോക്കുകയാണ്. അതിലും അത് തന്നെ, കാരണം ഏറ്റവും ഒടുവിലായിട്ടാണ് ഒരു ലേഡി നമ്മുടെ ഇന്ത്യൻ ആർമിക്കെതിരെ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ ടൂൾ കിറ്റാണ്. ഈ ടൂൾ കിറ്റില് ഒരു വിഷയം ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു, അത് ചർച്ചയായി, അത് വിഷയമായി, ഇങ്ങനെയും പറയാം എന്ന് 10 പേരെ കൊണ്ട് ചിന്തിപ്പിക്കുക. അതിനുശേഷം അതിന് മാപ്പ് പറയുക. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ നടപടി ഒഴിവാകും എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യം കൊണ്ടോ ആയിരിക്കും ആ മാപ്പ് പറയുന്നത്. പക്ഷേ ഈ പുറത്ത് കളഞ്ഞ വിഷം അവിടെ സമൂഹത്തിൽ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയെ തെറി പറയുന്നത് ഒരു വിഷയം. പക്ഷെ അത് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ്. അതിനെതിരെ വൻ പ്രതിഷേധം ഉണ്ടാവണം, അത് വേറൊരു വിഷയം. പക്ഷേ മറുവശത്ത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഇത് നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അത് നടത്താൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം. ഇപ്പം മാവോയിസ്റ്റ് ചൈനയിൽ, കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഒന്നും ഒരിക്കലും ഇത് നടക്കില്ല. അവിടെ ടിയാനൻമെൻ സ്ക്വയർ ഉണ്ടായപ്പോൾ തന്നെ അവർക്കറിയാം അവരെന്ത് ചെയ്യണമെന്ന്. അവർ ചെയ്യുകയും ചെയ്തു. ഇറാനിൽ ജിഹാദി ഭരണമാണ്, അവരും സമ്മതിക്കില്ല. അവരെ വളരെ കൃത്യമായിട്ട് ഇസ്ലാമിസ്റ്റ് ഭരണമാണ്. അടിച്ചമർത്തി കൊന്നു തള്ളി യുവജനങ്ങളെയാണ്. 10-30,000 പേരെയെങ്കിലും കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ്. അപ്പോൾ ജിഹാദികളും ഇത് സമ്മതിക്കില്ല, അതായത് ഇസ്ലാമിസ്റ്റുകളും ഇത് സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റുകളും ഇത് സമ്മതിക്കില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും കൂടി ഒരുമിച്ച് വന്ന് ഇന്ത്യയിൽ ഇത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? ഭരണഘടനയെ ഉപയോഗിച്ച് ഭരണഘടനയെ തകർക്കുന്ന പരിപാടിയാണ്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ത്യയിൽ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനാപരമായ അവകാശങ്ങളെയും ഉപയോഗിച്ച് തന്നെ ഈ ഭരണഘടനയെ തകർക്കുക, ഈ രാജ്യത്തെ തകർക്കുക, അതായത് വ്യവസ്ഥിതിയെ തകർക്കുക. ഞാൻ എഴുതി വെച്ചു, ഇപ്പം തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. പട്ടാളം വരെ എത്തി. അടുത്തത് കോടതികളെ ആയിരിക്കും.
നീതിന്യായ വ്യവസ്ഥയായിരിക്കും. പ്രധാനമന്ത്രിയെ തെറി പറയാം, അല്ലെങ്കിൽ വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് കാണിച്ചു കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പക്ഷേ പട്ടാളത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇനി പട്ടാളം കഴിഞ്ഞിട്ട് അടുത്തത് കോടതികളെയായിരിക്കും. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള ജനങ്ങൾക്കുള്ള മതിപ്പില്ലാതാക്കുന്ന ഒരു സൈക്കോളജിക്കൽ മൂവാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ ശത്രുക്കളുണ്ട് പരസ്പരം. ചിലപ്പോൾ ചില സർക്കാരിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, പ്രതിപക്ഷമുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ ഒരു വലിയ ക്യാൻവാസിൻ്റെ ഭാഗമാണ്. ഈ ക്യാൻവാസേ ആവശ്യമില്ല, ഇത് തന്നെ ഈ ക്യാൻവാസ് തന്നെ തീ വെച്ച് ഇല്ലാതാക്കാമെന്ന് കുറേ ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിലേക്ക് കൊണ്ടുപോകാനാണ് ഈ പറയുന്ന ഓരോ പ്രൊട്ടസ്റ്റിനെയും ഈ അരാജകവാദികൾ ഉപയോഗിക്കുന്നത്. അതാണ് പ്രധാനമന്ത്രി ദിമാഗി നക്സൽ എന്ന് വിളിച്ചത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തോക്ക് താഴെ വെച്ചു, നക്സലൈറ്റുകൾ. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പരിപാടിയാണ്. ഭരണഘടനാ അവകാശങ്ങൾ ഉപയോഗിച്ച് ഭരണഘടനയെ തകർക്കുക. ഇൻ്റലക്ച്വലി നമ്മളുടെ ബുദ്ധിശക്തിയെ, നമ്മളുടെ ചിന്താശക്തിയെ ഇവർ വെപ്പണൈസ് ചെയ്യുകയാണ്, ആയുധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്, അക്രമാസക്തമാക്കുകയാണ് ചെയ്യുന്നത്. അത് ആർക്കെതിരെയാണ്? നമ്മുടെ രാജ്യത്തിനെതിരെ, രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരെ, ചരിത്രത്തിനെതിരെ, രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ. ഇതിനോടൊന്നും യാതൊരു മതിപ്പും ഇല്ലാത്ത യുവജനങ്ങളെ വാർത്തെടുത്തുകൊണ്ട് വരാനാണ് ഇവർ ശ്രമിക്കുന്നത്. ജെൻസികളെ കയ്യിലെടുക്കുക, ജെൻസി എന്നൊരു വേർഡാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. ജെൻസി വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ജെൻസികളും അങ്ങനെയൊന്നുമല്ല. ഇപ്പം കഴിഞ്ഞ മാസം തന്നെ മറ്റേ റോക്കറ്റിൻ്റെ കാര്യത്തിൽ അതും ജെൻസികളാണ്. ഈ രാജ്യത്ത് അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ മിക്കവാറും പലരും 18 വയസ്സും അല്ലെങ്കിൽ 20 വയസ്സും ഉള്ള ചെറുപ്പക്കാരാണ്. അവരൊക്കെ ജെൻസികളല്ലേ. അവരെല്ലാം ഈ സമയത്ത് ജനിച്ച ആൾക്കാരാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കെട്ടുവിട്ട പട്ടം പോലെ ഒന്നിലും ഒതുങ്ങി നിൽക്കാതെ എല്ലാത്തിനോടെയും പരമപുച്ഛത്തോടുകൂടി പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരാണ് ഒരു തലമുറയുടെ തന്നെ പേര് ഇല്ലാതാക്കുന്നത്. അതുപോലെ തന്നെ RP മറ്റൊരു കമന്റ് ആയിരുന്നു, നമ്മുടെ രാജ്യത്തെ വിശാല മനസ്കരായ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാന പദത്തിൽ ചുമതല വഹിക്കുന്ന ആളുകളുടെ വിശാല മനസ്കത കൊണ്ട് രാജ്യത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ, അതായത് ഈ എല്ലാത്തിനോടും പരമപുച്ഛം, എന്തിനും പറയുക, കുറ്റം പറയുക, അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്ന് പറയുന്നു. ഇല്ല, ഞാനത് വേറൊരു അർത്ഥത്തിൽ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ BJP സർക്കാർ സോഫ്റ്റ് കോർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മോദിജിയെ വിളിക്കുന്നത് ഫാസിസ്റ്റ് എന്നാണ്. ഇനി ആ വിളി മാറ്റാനൊന്നും പറ്റില്ല. ഇവരെല്ലാം ഇനിയും ഫാസിസ്റ്റ് എന്നേ വിളിക്കുകയുള്ളൂ. എത്ര ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടും എത്ര സഹിഷ്ണുതയോടെയും പ്രവർത്തിച്ചാലും ഈ ഫാസിസ്റ്റ് വിളി തന്നെ ആയിരിക്കും. ഇവിടെ പിണറായി വിജയനെതിരെ കറുത്ത തൂവാല പൊക്കിയാൽ അടി കിട്ടും, അല്ലെങ്കിൽ അപ്പോഴേ എടുത്ത് പുറത്ത് കളയും. അതായിരുന്നു അവസ്ഥ. മുഖ്യമന്ത്രിക്ക് പിണറായിക്കെതിരെ എന്തെങ്കിലും അപകീർത്തിപരമായ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അപ്പം ജയിലിലാവുക. അതെ, ഇപ്പം മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹത്തിനെതിരെ മോശമായ പരാമർശം നടത്തിയതിനും ഇവിടെ അറസ്റ്റ് നടന്നു കഴിഞ്ഞു. പക്ഷെ ഇവരാരും ഫാസിസ്റ്റ് അല്ല. ഫാസിസ്റ്റ് മോദിയാണ്. ആരാണ് മോദി? സ്വന്തം മരിച്ചുപോയ പെറ്റമ്മയെ പോലും തെറി വിളിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആള്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇതേ ആൾക്കാർ ഈ ഭരണഘടന, ഇതേ പാർട്ടി അട്ടത്ത് വെച്ചിട്ട് ഈ രാജ്യം വ്യാപകമായിട്ട് ഇവിടെ അടിച്ചമർത്തി ഭരണം നടത്തിയത് അടിയന്തരാവസ്ഥ കാലത്താണ്. നിർഭാഗ്യവശാൽ ഇതൊന്നും കാണാത്ത ആൾക്കാരാണ് ഈ ജൻസികളെന്ന് നമ്മൾ വിളിക്കുന്ന ഈ പറയുന്ന അരാജകവാദികളായിട്ടുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാർ. അവർക്കറിയില്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു എന്ന്, 2014 മുമ്പ് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ഇതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ച് നാളത്തേക്ക് നടക്കും. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്. അതുകൊണ്ട് ആ ആസൂത്രണത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സർക്കാർ കുറച്ചുകൂടി ശക്തമായ നടപടി എടുക്കണം. എന്തായാലും കേൾക്കുന്ന വിളി ഫാസിസ്റ്റ് വിളിയാണ്. അപ്പോൾ പിന്നെ സർക്കാർ തീർച്ചയായിട്ടും ഇന്ത്യൻ പട്ടാളത്തിനെതിരെയെങ്കിലും ഈ പറയുന്ന പോലെ ആക്രോശിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. RP ഇപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ, ഇപ്പം അടുത്തത് ഇനി കോടതികൾക്കെതിരെ ആയിരിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ അങ്ങനെ കണ്ടിരുന്നു. അഭിജിത്ത് ദീപ്കെ പറയുന്നത് അടുത്ത ഒരു അഡ്വക്കേറ്റിനെതിരെ, അതായത് വക്കീലന്മാർക്കെതിരെ എന്തോ ഒരു പോയിന്റ്സ്, ഞാൻ ന്യൂസ് എവിടെ വായിച്ചു പോയതാണ്. അപ്പൊ അവര് അടുത്ത സമരം അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് ഇത് കൃത്യമാണ് അനീഷ. ഇത് ശ്രീലങ്ക മുതൽ ബംഗ്ലാദേശ് മുതൽ നേപ്പാള്, ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം വളരെ കൃത്യമായി പരീക്ഷിച്ച് ജയിച്ച ഒരു ഫോർമുലയാണ്.
ഈ ഫോർമുല ഇവിടെയും നടക്കും. ബംഗ്ലാദേശിൽ ഇതേ ഫോർമുല പട്ടാളത്തിനെതിരെ തിരിക്കാനും ശ്രമം നടത്തിയാണ്. പട്ടാളത്തിൻ്റെ ചീഫ് അദ്ദേഹത്തെ പോലും എടുത്ത് പുറത്തു കളയാൻ ഒരു ശ്രമം നടന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ മാറുന്ന കാലാവസ്ഥ കണ്ട് വളരെ സംയമനം പാലിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഉറച്ചിരിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ എടുത്ത് കളയാനും പട്ടാളത്തിനുള്ളിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാനും ഒക്കെ ശ്രമം നടന്നു. ഇവിടെയും അങ്ങനെ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് പൊതുജന മധ്യത്തിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിന്റെ ഒരു ഭാഗം. ഇനി ഇതിനകത്ത് ഈ കശ്മീരിൽ പോയി ബഹളം വെച്ച 40 വയസ്സുകാരി, അവർ ജൻസി എന്ന് സ്വയം വിളിക്കുന്ന ദില്ലി നിവാസിയാണെന്ന് പറയുന്നു, വേറെ എവിടോ ആണെന്ന് പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അവർ പ്രൊട്ടസ്റ്റ് നടത്തിയതും ബഹളം വെച്ചതും പറഞ്ഞതും ഒക്കെ എല്ലാവരുടെയും മുമ്പിലാണ്. അവർ പറഞ്ഞതിലെ അവരുടെ മാപ്പപേക്ഷയിൽ അവർ പറയുന്നത്, എന്നെ 6 മണിക്കൂർ എനിക്ക് അവിടെ കിടക്കേണ്ടി വന്നു, ആ ഫ്രസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ്. 6 മണിക്കൂറൊക്കെ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും. പക്ഷേ അവർ ആ പറഞ്ഞ വാചകങ്ങളുടെ 1-2 ഭാഗങ്ങളുണ്ട്, അത് ചെറുതല്ല. അവർ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞത്, നിങ്ങൾ കാശ്മീരിൽ കാണിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് നിങ്ങൾ ഞങ്ങളുടെ നേരെയും കാണിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒറ്റയടിക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അസൗകര്യത്തെ അവർ കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്താവനയാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ ആർമി കശ്മീരിൽ എന്തോ അതിക്രമം ചെയ്തിട്ടുണ്ട്, ആ അതിക്രമം ഇപ്പം ഞങ്ങളുടെ നേരെയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ആർമിയെ വെറുപ്പിൻ്റെ മറുവശത്ത് നിർത്തുകയാണ്. അത് ചുമ്മാതെ നടന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇതിനെല്ലാം പിന്നിലൊരു അജണ്ട ഇവരൊക്കെ നടപ്പിലാക്കുക, രാജ്യം തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർക്ക്. രാജ്യം തകർക്കുക തീർച്ചയായിട്ടും. ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം ഇന്ത്യയിലെ ജനാധിപത്യം അവസാനിപ്പിച്ച് ഇന്ത്യയെ ഒരു ഇസ്ലാമിക സമൂഹമാക്കി മാറ്റുക, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. കമ്മ്യൂണിസ്റ്റ് അരാജകവാദികളുടെ കാര്യം ഈ രാജ്യം തകർക്കുക എന്നുള്ളതാണ്. ഈ രാജ്യം തകർന്ന് ഇതിൻ്റെ മുകളിൽ വേറെ എന്തുണ്ടാകുന്നു എന്നുള്ളത് അവരുടെ വിഷയമല്ല. പക്ഷേ നിലവിൽ ഈ രാജ്യത്ത് അരാജകത്വവും ഭിന്നതയും ഉണ്ടാക്കി ആഭ്യന്തര കലാപത്തിലേക്ക് രാജ്യത്തെ എത്തിക്കേണ്ടത് അവരുടെ അജണ്ടയാണ്. അതാണ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. 2 വശത്തു നിന്നും നമ്മൾ ലോകത്തൊരു ഭാഗത്തും ഒരുമിച്ചില്ലാത്തവരാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഭാരതം എന്ന ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ ആ ശബ്ദമുയർത്താനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി കൃത്യമായിട്ട് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് തന്നെ ഈ ദിമാഗി നക്സൽ എന്നുള്ള വാക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യവും വിവരവും ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടാൻ അദ്ദേഹത്തിൻ്റെ മാർഗങ്ങളുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ വിവരം കിട്ടിയതുകൊണ്ടും എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ, ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജിഹാദിസ്റ്റ് മെൻറ്റാലിറ്റിയുള്ള അധ്യാപകരിലൂടെ കുട്ടികളുടെ മനസ്സിലും ഈ വെറുപ്പും വിദ്വേഷവും അവമതിപ്പും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുന്നുണ്ട്. അത് ദില്ലിയിലെ നോയിഡ സ്കൂളിൽ നടന്ന സംഭവം തൊട്ട് താഴെ കേരളത്തിൽ വരെയുള്ള സംഭവവികാസങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ണു തുറന്നൊന്ന് കാണാൻ ശ്രമിച്ചാൽ മതി. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മാത്രമാണ് ഞാനും പറയാൻ ശ്രമിച്ചത്. എന്തായാലും ആർ പി വളരെയധികം നന്ദി. നമസ്കാരം.